ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 8. ഫാസ്റ്റ് ഫുഡ് പ്രോത്സാഹനം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. മറിയ തന്റെ ഫാസ്റ്റ് ഫുഡ് ഉച്ചഭക്ഷണവുമായി ഒരു ഒഴിഞ്ഞ മേശയിലേക്ക് പോയി. അവൾ അവളുടെ ബർഗറിൽ കടിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ കുറെ മേശകൾക്കപ്പുറത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ ഉടക്കി. അവന്റെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതും തലമുടി പാറിപ്പറക്കുന്നതുമായിരുന്നു. അവൻ ഒരു ഒഴിഞ്ഞ പേപ്പർ കപ്പിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. അയാൾക്ക് വിശക്കുന്നുണ്ടെന്ന് വ്യക്തം. അവൾക്ക് എങ്ങനെ സഹായിക്കാനാകും? അല്പം പണം കൊടുക്കുന്നത് ബുദ്ധിശൂന്യമായി തോന്നി. അവൾ ഒരു ഭക്ഷണം വാങ്ങി അവന് സമ്മാനിച്ചാൽ അവന് നാണക്കേടാകുമോ? ധനികനായ ഒരു ഭൂ ഉടമയായ ബോവസ് ദരിദ്രയായ കുടിയേറ്റ വിധവ റൂത്തിനെ തന്റെ വയലിൽ നിന്ന് പെറുക്കാൻ ക്ഷണിച്ച കഥ അപ്പോഴാണ് മറിയ ഓർത്തത്. അവൻ തന്റെ ആളുകളോട് ആജ്ഞാപിച്ചു, അവൾ കറ്റുകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത്. അതിജീവനത്തിനായി സ്ത്രീകൾ പുരുഷന്മാരുമായുള്ള ബന്ധത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു സംസ്കാരത്തിൽ ബോവസ് ദൈവത്തിന്റെ സ്നേഹനിർഭരമായ കരുതൽ പ്രകടമാക്കി. ഒടുവിൽ ബോവസ് റൂത്തിനെ വിവാഹം കഴിച്ചു. അവളുടെ അതിദരിദ്രമായ അവസ്ഥയിൽ നിന്ന് അവളെ വീണ്ടെടുത്തു. മരിയ പോകാൻ എഴുന്നേറ്റപ്പോൾ അവൾ ആ മനുഷ്യന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് താൻ ഭക്ഷിക്കാതിരുന്ന ഒരു ഫ്രൈ പാക്കറ്റ് അടുത്തുള്ള മേശപ്പുറത്ത് വെച്ചു. അയാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അവളുടെ ഫാസ്റ്റ് ഫുഡ് വയലിൽ നിന്ന് പെറുക്കാം. പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മകമായ പരിഹാരങ്ങൾ ചിത്രീകരിക്കുന്നതിലൂടെ ദൈവത്തിന്റെ ഹൃദയമാണ് തിരുവെഴുത്തുകളിലെ കഥകളിൽ വെളിപ്പെടുന്നത്. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയിൽ നിന്ന് പെറുക്കാൻ നിങ്ങൾ ക്ഷണിച്ചേക്കാവുന്ന ആരെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ? ദൈവീക ഹൃദയത്തോടെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആവശ്യങ്ങൾ വെളിപ്പെടുത്താൻ ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവത്തിന് മഹത്വം.